ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ ഒഫീഷ്യൽ ഷൂട്ടാണ്. ഇനി ഇതുപോലെ കുറെ ഷൂട്ട് നമ്മൾ ഭയങ്കര പൈസക്കാരാവട്ടെ. മാനിഫെസ്റ്റിംഗ്. പൈസക്കാരായിട്ട് നീ എന്താ വാങ്ങിക്കാൻ പോന്നെ? ഓക്കെ ഗൈസ്, ഞാൻ പൈസക്കാരായിട്ട് ഞാൻ ഗുച്ചി ബാഗ് ഒന്നുമല്ല വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ കുറെ സ്ഥലം വാങ്ങിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പൂസത്തുള്ള ഒരു മുതലാളിച്ചാവണം. എന്നിട്ട് എന്റെ 50ാമത്തെ വയസ്സിൽ ഞാൻ ചട്ടയും മുണ്ടോ കൊടുത്ത് ഇവിടുത്തെ വലിയ മുതലാളിച്ചായിട്ട് ഇങ്ങനെ നടക്കും. ഇതൊക്കെയാണ് എന്റെ പുതിയ സ്വപ്നങ്ങൾ. അപ്പൊ ഫസ്റ്റ് ആഡ് ഷൂട്ടാണ്. ഇതുവരെ ഞാൻ ഏതെങ്കിലും ബ്രാൻഡിനൊക്കെ വേണ്ടിയിട്ട് ആഡ് ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ റൂമിൽ ഫോണൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അതും കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എടുക്കാൻ പോകണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ഇത് നടക്കുമോ തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ലെറ്റ്സ് സീ. നമ്മൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യാൻ പാടില്ല ഗൈസ്. പിന്നെ എനിക്ക് എപ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു 10ാം ക്ലാസ് വരുന്ന ആക്ച്വലി ഫോട്ടോസ് എടുക്കത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എന്റെ പല്ലിങ്ങനെ പൊങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കത്തേ ഇല്ലായിരുന്നു. പക്ഷെ ഇനി ഇപ്പൊ നോക്കൂ, ആ സമയത്തൊക്കെ ഞാൻ ആക്ച്വലി പല്ല് താക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ അത്രയ്ക്കും മണ്ടിയായിരുന്നു. എന്നോട് ആരോ പറഞ്ഞു കട്ടിലിന്റെ കാലിൽ ഇങ്ങനെ പല്ല് വെച്ചിട്ട് ഇങ്ങനെ ഉന്തിയാൽ മതി പല്ല് താഴുമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും മണ്ടിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി മാറി. ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും മനസ്സിൽ വന്നില്ല എന്തായിരുന്നു. ഞാൻ ആദ്യം ഓർത്തു എന്റെ ബ്ലേസറും ജാക്കറ്റ് അങ്ങനത്തെ സാധനമൊക്കെ ഇട്ടാലോ, പിന്നെ ഓവറാക്കി ചെലവാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ ഉറപ്പിച്ചു. നമുക്കിനി അവിടെ പോയിട്ട് നോക്കാം. ലെറ്റ്സ് സീ. ബൈ ബൈ അപ്പു. ബൈ ബൈ. ഇതിപ്പോ എന്റെ ആഡ് വന്നു കഴിഞ്ഞപ്പോ ഫുള്ള് പിള്ളേരാളെ. അപ്പൊ എന്റെ ആഡ് കണ്ടിട്ട് നീ ചേരോടെ? എന്റെ ആഡ് കണ്ട ഉടനെ അപ്പു അവിടെ ചേർന്ന് പഠിക്കാൻ കൊടുക്കണം. പക്ഷെ നീ ഓൺലൈൻ ക്ലാസ് മതി. ഇതിനെ പുറത്ത് വിടത്തില്ല. എന്നെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ച് ഇവരെന്നെ വീട്ടിൽ തഴഞ്ഞിടുകയാണ്. അതെ അതെ അതെ. എന്നെ എനിക്ക് പറക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല. സ്വന്തം കാശുള്ളവർ മാത്രം പറന്നാൽ മതി. പറന്ന് ലക്ഷങ്ങളുടെ മുതലാണ് ഇരിക്കുന്നത്. സോ ഇനി ഞങ്ങൾക്ക് ചെലവാക്കാനില്ലാത്തതുകൊണ്ട് അപ്പു വീട്ടിൽ തടങ്കലിലാണ് കുറെ നാളത്തേക്ക്. പക്ഷെ എനിക്ക് പറക്കാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നീ കണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ ആ വീഡിയോയില്? അതെ, അതുകൊണ്ട് ഡിക്സൺ ഇന്ന് ഫുള്ള് ഡ്രസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഏത് ഷോപ്പിലാണ് ചോദിക്കേണ്ടതാണ്. അതെ അതെ, ഷൂട്ടിൽ തന്നെയാണ്. ഈ ചെങ്ങന്നൂരത്തെ ബ്ലോക്ക് ഒരിക്കലും തീരില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ നാട്ടിൽ എന്താണ് ഇത്ര വലിയ ബ്ലോക്ക്? ചെങ്ങന്നൂരത്ത് ഒരു കടയെ പോലെ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് കയറി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തും പാർക്കിംഗ് ഇല്ല. ചെങ്ങന്നൂരത്തെ MLA ഒക്കെ എന്നെ ഉള്ളോ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ റീച്ചായി. നമ്മുടെ ചെങ്ങന്നൂർ തോമസൻ ബേക്കറിയുടെ തൊട്ടടുത്ത് ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് നമ്മുടെ സ്കൈ ജ്വല്ലറി, സ്കൈ കളക്ഷൻ, ട്രാഫിക്. അവിടുന്ന് നേരെ നോക്കി കാണുന്ന ബിൽഡിംഗ് ആണ് 3ാമത്തെ ഫ്ലോർ. ഇതാണ് ഇതിന്റെ ഓണം. അരുൺ സേ ഹായ് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്. ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വരികയാണ്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവരുടെ വിസിറ്റിംഗ് കാർഡ്, ഫോൺ നമ്പർ. നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന് കണ്ടോണ്ടിരിക്കണം. പറഞ്ഞോടാ. ഇനിയുണ്ടോ? കൊറേ സ്പേസ് ഉണ്ടോ? കൊള്ളാലോ. അതെ, ഞാൻ അവിടുത്തെ കുട്ടി സ്പേസ് ആയിരിക്കും. എന്താടാ? സോ ഇപ്പൊ ഈ റൂം എന്തിനാണ്? ഇതിന്റെ ഓഫീസാണോ? ഒരിടത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല. ഹായ്.
ഇതാണ് ഓണർ. ഓണർക്ക് എന്താ പറയുക? ഓണർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓട്ടോക്കാട് MEP കോഴ്സ് SLC ഒക്കെ തോറ്റു നിൽക്കുന്നവർക്ക് ഞാൻ സുവർണ അവസരത്തോടെ ഇതിനകത്ത് AC വെക്കുന്നു, സിസ്റ്റം കാര്യങ്ങൾ ഇവിടുന്ന് ഗെയിമിങ്, ട്രേഡിങ്, ഇതെന്റെ റൂം. ഇവിടുന്ന് ഞാൻ വരുന്നു, രാവിലെ എണ്ണിക്കുന്നു, കുളിക്കുന്നു, ഓഫീസ്. നല്ല പ്ലാൻ. ഇതാണ് ബാത്റൂം. അത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള വാഷ്റൂം. ഇതെന്ത് റൂം? സ്റ്റാഫ് റൂം. ഓ നൈസ്. സ്റ്റാഫ് റൂം ഉണ്ട്. സ്റ്റാഫ് പഠിപ്പിക്കുന്നു. പിന്നെ ഇതും ക്ലാസ് റൂമാണ്. ഇത് തിയറിക്കൽ ക്ലാസ് മാത്രം എടുക്കുന്നതാണ്. ഓക്കെ. അപ്പുറത്തും തിയറി ഉണ്ട്. MEP നെബോഷ് ഒക്കെ ചെയ്ത് ഇവിടെ. നെബോഷോ? നെബോഷ് എന്താ? വൈറ്റ് ബോർഡ്. കുറെ നാളിന് ശേഷം ഒരു ക്ലാസ് കണ്ടു ഗൈസ്. ലൈറ്റ് ഒക്കെ ഇട്ടു. നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡിന്റെ പേര് RSBC. Get skilled, get certified, get employed. പക്ഷെ ചെങ്ങന്നൂർ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുകയെന്ന് വിചാരിച്ചാലും എളുപ്പമല്ലല്ലോ. അടുത്ത നമ്മുടെ കോഴ്സിന്റെ ഓട്ടോക്കാട് ആയിട്ടുണ്ടല്ലോ. എനിക്ക് പറയാനുള്ള കണ്ടന്റ് ഇപ്പോൾ ഇവരോട് എഴുതി ഉണ്ടാക്കുകയാണ്. 3ാമത്തെ പേപ്പറാണെന്ന് തോന്നിയത്. ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കമോൺ. ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കാര്യം പറയാ. ഇരുന്നിരുന്ന് ഞാൻ ബോറടിച്ചു. ഡിക്സൺ ബോറടിച്ച് മരിച്ചു ഗൈസ്. അങ്ങനെ അപ്പോ ഷൂട്ട് കഴിഞ്ഞ് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ദിവസം ഫുള്ള് പോയി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഈവനിങ് ആണ് ഗൈസ്. സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അതെന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി. ആക്ച്വലി ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ കണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയത്. അപ്പൊ എനിക്കിത് പഠിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടുന്നത്. ഞാൻ പൊളിച്ചാണ്. ഓക്കെ എന്റെ ചെക്ക. നമ്മുടെ വീഡിയോ വൈറലാവുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോരോ മുട്ടായി. ഹലോ പെട്രോ ഗൈസ്. ഇപ്പൊ ഞാൻ ചെയ്ത പ്രൊമോഷന്റെ അടുത്ത ആളാണ്. പെട്രോയും പ്രൊമോഷൻ ചെയ്യാൻ പോകുന്നത്. പെട്രോ വീഡിയോ ആണോ ചെയ്തേ? വീഡിയോ ചെയ്യുക. അതാകുമ്പോ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കയ്യോടെ എഴുതി തരും സ്ക്രിപ്റ്റ്. അത് അപ്പം തന്നെ കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ നിനക്ക് ഇവന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അടിപൊളി. അവിടെ പഠിച്ചാൽ ജോലി കിട്ടും. നീ പോന്നോ? ഞാൻ ബോർഡനെ. ഓക്കെ. മുതലാളിയാണ്. അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അപ്പൊ എടാ മുതലാളിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മുതലാളി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ബിസിനസിന്റെ ഓണറായി ഇവനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ചേട്ടൻ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. അതെ, സൂപ്പർ. എന്നെക്കാൾ 5-6 വയസ്സ് ഇളയതാണ്. പക്ഷെ എന്നിട്ട് തന്നെ ബിസിനസ് ഓണർ ആയിരിക്കുന്നു. മൈൻഡ് ഉണ്ടല്ലോ. അതാണ് ഒരു ഫാമിലി കൊണ്ടുപോകുന്ന ചേട്ടൻ. അതെ. ഹായ് ഗൈസ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു മലയാള സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും, MLA വീഡിയോ കാണുന്നു, ഞാൻ സ്ഥലം വാങ്ങിക്കുന്നു, നാട്ടിലെ പ്രമാണിയാകുന്നു, ചട്ടയും മുണ്ടും, എന്തൊക്കെയായിരുന്നു. അങ്ങനെ നമ്മുടെ വിഖ്യാതമായ നമ്മുടെ ആഡ് ഷൂട്ട് കഴിഞ്ഞു. ആഡ് ഷൂട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇനി ഞാൻ ചുരുക്കി പറയാൻ പോകുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ആഡ് ഷൂട്ട് ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു. ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്രിഞ്ചടിച്ചിട്ട് ഞാനിത് എങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ബട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. എനിക്കങ്ങനെ തൊലിക്കട്ടിക്കൊന്നും ഒരു കുറവില്ല. ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ആക്ച്വലി ഇങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് ഇങ്ങനെ എഡ്യൂക്കേറ്റിംഗ് വീഡിയോ എടുക്കുന്നവരോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നു. കാരണം നമ്മൾ ക്യാഷ്വലായിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്ന പോലെയല്ല. ഒരു വ്ളോഗ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയാണ്. നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. ഇതെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം, അത് നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഫീൽഡിൻ്റെ കുറേ ടേംസൊക്കെ നമ്മൾ പഠിച്ചല്ലെങ്കിൽ ഓർത്ത് വെച്ചിട്ട് അതിങ്ങനെ ഒരു ഫ്ലോയിൽ പറയാമെന്ന് പറയുന്നത് ഭയങ്കര മെനക്കെടുള്ള പരിപാടിയാണ്. ഇന്നലെ എനിക്ക് തോന്നി പബ്ലിക്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര പാടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനു മുമ്പ് പബ്ലിക്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ വ്ളോഗൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുമായിരിക്കും ഫ്രണ്ട്സിനോട്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ആഡ് ഷൂട്ട് പോലെ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ കൊച്ചെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ക്യാമറയുടെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. എന്താണ് ചെയ്തതെന്നോ ഇങ്ങനെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് അവർക്ക് നെഗറ്റീവ് ഇൻറ്റൻഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവർ കാണാൻ നിൽക്കുന്നതായിരിക്കും.
പക്ഷെ അപ്പോൾ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവും. ഓരോ വാക്ക് തെറ്റുമ്പോഴും ഓരോ പ്രാവശ്യം നാക്ക് ഉളുക്കുമ്പോഴും നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവും. പിന്നീടുള്ള ടേക്കുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഫെയിലിയേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് ഗൈസ്. അല്ലാതെ ഒരു ഫെയിലർ കൊണ്ടൊന്നും നമ്മൾ ആർക്കും തകർക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെയാണ്. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും എന്നെ ട്രോളാനും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല. ഞാൻ ഭയങ്കര സെൽഫ് സഫീഷ്യൻ്റ് ആണെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണാം. ബി ലൈക്ക് മീ, ഈ ഒരു കാര്യത്തിൽ ബി ലൈക്ക് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണാം.